ഇപ്പോൾ തലസ്ഥാന നഗരിൽ നിന്നും സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഷീജ പറയുകയുണ്ടായി ഇത്തരത്തിലൊരു കാത്തിരിപ്പാണെന്ന്. ശരിക്കും ഒരു കാത്തിരിപ്പ് തന്നെയാണ്. ഒരു വർഷം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത് ഭക്തലക്ഷങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു തലസ്ഥാന നഗരിലെ ഒരു കാഴ്ചയെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതിര ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് ആറ്റുകാൽ ദേവിക്ക് വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നഗരത്തിൽ ഈ ഭക്തർ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഈ 10:30-യോടെയാണ് പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അതോടെ പൊങ്കാല അർപ്പിക്കുന്ന എല്ലാ അടുപ്പുകളിലേക്കും ഈ തീ പകരും. അതോടെ പൊങ്കാല ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരാനുള്ളത്. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ പൊങ്കാല ഇടുന്ന സ്ത്രീജനങ്ങളാകെ തന്നെയും വിശ്വാസികളാകെ തന്നെയും ആ ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ തങ്ങളുടെ ഇഷ്ടദേവിക്ക് ആരാധനാമൂർത്തിക്ക് നിവേദിക്കാനുള്ള പൊങ്കാല, അത് പായസമായും മറ്റ് പലഹാരങ്ങളുമായും ഒക്കെ തന്നെയും ദേവിക്ക് നിവേദിക്കാനുള്ള പൊങ്കാല ദേവിക്ക് നിവേദിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കം തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിനകത്ത് നിന്നും പുറത്തു നിന്നും, അതായത് തമിഴ്നാട് അതിർത്തിയിൽ നിന്നുള്ള നാഗർകോവിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിനകത്ത് നിന്നും പുറത്തു നിന്നും വന്നവരുണ്ട്, നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനം അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളുടെ ഒരു ക്രമീകരണമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളായാലും ആരോഗ്യ വകുപ്പുകളായാലും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. ഈ ആരോഗ്യ വകുപ്പിൻ്റെ കൃത്യമായ മേൽനോട്ടം അത് ഈ പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത് ശുദ്ധജലത്തിൻ്റെ കാര്യമായാലും മറ്റും എല്ലാ കാര്യത്തിലും ഈ ഒരു ക്രമീകരണം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഈ ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ഹരിത പൊങ്കാല എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പൊങ്കാലയാണ് ഇത്തവണത്തേതും എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു പ്രത്യേകത. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പൊങ്കാലയായിരുന്നു. നമുക്ക് ഇവരോട് പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അമ്മേ, ഞങ്ങൾ പാലക്കാട്, ഇവിടെ തിരുവനന്തപുരം മിനിയാന്ന്. എങ്ങനെയാണ് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ? പൊങ്കാല ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടുന്നത്. പൊങ്കാലിനെ കുറിച്ച് എങ്ങനെയാ ആറ്റുകാലിൽ എങ്ങനെയാ എത്തിപ്പെട്ടത്? നിങ്ങൾ 2 വർഷമായി എന്ന് പറയണോ? 2 വർഷമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷെ നല്ല ആഘോഷങ്ങൾ തന്നെയാണ്, ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ് പൊങ്കാലയായിട്ട് എന്തൊക്കെയാണ് നിവേദിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? നിവേദ്യം വയ്ക്കും, നിവേദ്യം ഉണ്ടാക്കും. വേറൊന്നും ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ അതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പായസം മാത്രമേ വെക്കുന്നുള്ളൂ. പാലക്കാട് നിന്ന് നിങ്ങൾ കുടുംബത്തോടെ വന്നതാണോ? അല്ല, കുടുംബമായിട്ട് വന്നതാണ്. ഇത് പൊങ്കാല കഴിഞ്ഞ് വൈകിട്ട് പോകും. തീർച്ചയായും അതിര ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ നിന്നാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഈ സ്ത്രീ വിശ്വാസികളൊക്കെ തന്നെയും ഈ നഗരത്തിലെത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. നാനാഭാഗത്തു നിന്നുള്ള വിശ്വാസികൾ, ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളാണ് ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ആറ്റുകാൽ പൊങ്കാലയേക്കാൾ ഉപരി അതിൽ ഇരട്ടിയോടിരട്ടി ജനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഇത്രത്തോളം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയ്ക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അതിന് 2000-ലധികം പോലീസുകാരെയാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സമാധാന പരിപാലനത്തിനൊക്കെയായി ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെയായി നിയോഗിച്ചിട്ടുള്ളത്.
വലിയ ഒരു ഗതാഗത ക്രമീകരണം കൂടി നഗരത്തിനകത്തുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. 500ഓളം KSRTC ബസ്സുകളാണ് ഇന്ന് അധിക സർവീസ്, പൊങ്കാലയോടനുബന്ധിച്ചുള്ള അധിക സർവീസ് നടത്തുന്നത്. അതിൽ 300 KSRTC ബസ്സുകൾ അത് നഗരപരിധിയിൽ തന്നെയാണ്. അതായത് നഗരത്തിൽ നിന്ന് വിവിധ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സുകളാണ് ഈ 300 ബസ്സുകൾ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ 200 ബസ്സുകൾ, അത് 200 KSRTC ബസ്സുകൾ അത് ദീർഘദൂര ബസ്സുകളാണ്. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നാണ് ഈ ദീർഘദൂര ബസ്സുകളുടെ സർവീസ് ആരംഭിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടാക്കും. നമുക്ക് ഈ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. കാർത്തിക. എവിടുന്ന? എൻ്റെ സ്വന്തം സ്ഥലം ആറ്റിങ്ങൽ വക്കത്താണ്. ഞാൻ താമസിക്കുന്ന ശ്രീകാര്യത്താണ്. ഇത് ആറ്റുകാൽ പൊങ്കാല എത്രാമത്തെ തവണയായിരുന്നു? ഞാനിപ്പോൾ എല്ലാം കൂടി ഒരു 12ാമത്തെ തവണയാണ് ഇടുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതുവരെ ആറ്റുകാൽ പൊങ്കാല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില ആൾക്കാർ മാത്രം നമ്മളെ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കി എല്ലാവരും, നാട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഇവർ രണ്ടുപേരും എറണാകുളത്തു നിന്നാണ് വന്നത്. മോൾ ആദ്യമായിട്ടാണ്, അവൾ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ? ഞാൻ അമ്മയ്ക്ക് ശർക്കര പൊങ്കാല ഇടുന്നുണ്ട്, മണ്ടപ്പുറ്റ് വയ്ക്കുന്നുണ്ട്, തിരളി വയ്ക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ പൊങ്കാല. കേട്ടറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ TV-യിലൂടെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല. കഴിഞ്ഞെല്ലാം കൂടണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാതെ വന്നു. പ്രാവശ്യം എന്തായാലും വന്ന് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൊങ്കാല? അതെ, ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല. തീർച്ചയായും അത് സ്ത്രീജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരും നമ്മുടെ ഭാഗമായിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2ാമത്തെ വർഷമാണ് ഇടുന്നത്. ഇതിലിപ്പോൾ 3 ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് 2 ഉണ്ടാക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ട് ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇടുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഐറ്റം? ഇന്നത്തത് ഒരു എന്താ പറയുക, പൊങ്കാല ഇടുന്നുണ്ട്, പിന്നെ വെള്ളപ്പായസം, അതുപോലെ തന്നെ തെരളിയപ്പം. ഇങ്ങനെയാണ് ആതിര വിശേഷങ്ങൾ, ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ. സ്ത്രീജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരും ഇവരും ആ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല അത് ജാതിഭേദമന്യേ അങ്ങനെ വിശ്വാസികളാകെയും തങ്ങളുടെ ഇഷ്ടദേവിയായ, ഇഷ്ടമൂർത്തിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അത് നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അടുപ്പ് കൂട്ടുന്നവരും ഈ മൺകലങ്ങളൊക്കെയും ഒരുക്കി വെക്കുന്ന, കൊതുമ്പുകൾ ഒരുക്കി വെക്കുന്ന ഒരു കാഴ്ച അത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. നഗരത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അമ്മ എവിടെ നിന്ന്? നെടുമങ്ങാട്. എപ്പോൾ എത്തി ഇവിടെ? 5 മണിയായപ്പോൾ. ഇല്ല, നമ്മൾ വന്നതിന് ശേഷമാണ് അങ്ങ് താഴ്ത്തു പോയാണ് അടുപ്പൊക്കെ എടുത്തിട്ട് വന്നത്. മണ്ടപ്പുറ്റ്, തെരളി, കുമ്പിളപ്പം, പായസമുണ്ട്. ഇങ്ങനെ മണ്ടപ്പുറ്റും തെരളിയപ്പവും പായസമൊക്കെയാണ് തങ്ങളുടെ ദേവിക്ക് വേണ്ടി ഈ വിശ്വാസികൾ ഒരുക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഈ നഗരങ്ങളിൽ ഈ സ്ത്രീജനങ്ങളുടെ നേതൃത്വത്തിൽ, സ്ത്രീ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത്. 10:30 ആ പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അത് പകർന്നു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. അങ്ങനെ ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന അവസാനവട്ട ഒരുക്കത്തിലാണ്. ഈ അവസാനവട്ട